പക്ഷികളുടെ രാജാവായ കഴുകൻ അത് കൂടുകൂട്ടുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? താഴ്ന്ന പ്രതലങ്ങളിലോ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇടങ്ങളിലല്ല ഒരു കഴുകൻ കൂടുകൂട്ടുന്നത്. ഏറ്റവും ഉയർന്ന മരങ്ങളുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തോ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളുടെ ഉയർന്ന മലകളുടെ പാറക്കെട്ടുകളുടെ ഉയർന്ന ഭാഗങ്ങളിലോ ആയിരിക്കാം കഴുകൻ കൂടുകൂട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കാക്കകളുടെ കണ്ണിൽപ്പെടാതെ മറ്റുള്ള ആൾക്കാരുടെ യാതൊന്നിന്റെയും ശ്രദ്ധ പെടാതെയും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും ഉയരങ്ങളിൽ അത് കൂടുകൂട്ടുന്നു. അവിടെ അതിന് പാർക്കുവാൻ തക്കതായ സാഹചര്യങ്ങൾ അത് ഒരുക്കുകയാണ്. സ്വസ്ഥമായ ഒരു അന്തരീക്ഷം, ഏകാഗ്രതയുള്ള ഒരു അന്തരീക്ഷം, മറ്റുള്ളവരുടെ ഇടർച്ചകൾ ഒന്നും വരാത്തതായ ഒരിടം തേടി കഴുകൻ കൂടുകൂട്ടുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകപരമായ കാര്യങ്ങളിൽ മുഴുകി അതിനകത്ത് കൂടുകൂട്ടി വസിക്കുവാൻ ഉള്ളവനല്ല. ഈ പക്ഷിരാജാവിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കുവാൻ പറ്റുന്ന ഒരു പാഠം അത്യുന്നതന്റെ ചിറകിന്റെ മറവിൽ വസിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നതായ പാപത്തിന്റെ ദുഷ്ടതകൾ നിറഞ്ഞ അന്തരീക്ഷങ്ങൾ നമ്മെ സ്വാധീനിക്കാതെ വണ്ണം നമ്മളുടെ പാർപ്പിടം, നമ്മുടെ വാസം ഉന്നതങ്ങളിലായിരിക്കണമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അതെ, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിങ്കിലേക്ക് നാം നമ്മുടെ കണ്ണുകൾ ഉയർത്തുകയും നമ്മുടെ ചിന്തകൾ എപ്പോഴും ഉയരത്തിലുള്ളതും ഉന്നതമായതും ശ്രേഷ്ഠമായതും ആയി മാറണമെങ്കിൽ നമ്മുടെ പാർപ്പിടവും അതുപോലെ ലോകപരമായ കാര്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ വണ്ണം നാം അത്യുന്നതമായ ഒരു ആത്മീയ തലങ്ങളിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ പ്രവർത്തികൾ എല്ലാം തന്നെ ഉന്നതമായി മാറുവാൻ തൊക്കണം ഇടയായിത്തീരും. ഈ ലോകത്തിലെ യാതൊന്നിനും നമ്മളെ തൊടുവാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് സ്വസ്ഥമായൊരിടം കർത്താവ് നമുക്ക് ഒരുക്കുന്ന ആ മഹത്വകരമായ പാർപ്പിടത്തിലേക്ക് എത്തുവാനായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഉയരത്തിലുള്ളത് ചിന്തിച്ചും ഉയരത്തിലുള്ളത് ധ്യാനിച്ചും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ പാർപ്പിടം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അല്ലാതിരിക്കട്ടെ, പാപികളുടെ വഴിയിൽ അല്ലാതിരിക്കട്ടെ, പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിൽ ആകാതിരിക്കട്ടെ. ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ, ഏകാഗ്രതയിൽ അവിടത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരങ്ങളിൽ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.